ഹലോ എവ്രിവൺ, മെക്കാനിക് ഡീസലിന്റെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ വാഹനത്തിൽ നിന്ന് ഓൾട്ടർനേറ്ററുകൾ നീക്കം ചെയ്യാനും അവ വേർതിരിച്ച് വൃത്തിയാക്കാനും തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും തുടർന്ന് ഓൾട്ടർനേറ്ററിന്റെ മോട്ടറിംഗ് പ്രവർത്തനം അസംബിൾ ചെയ്ത് പരിശോധിക്കാനും വാഹനത്തിൽ ഘടിപ്പിക്കാനും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനം ഓൾട്ടർനേറ്ററിൽ നിന്ന് ബാറ്ററിയിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക, ഓൾട്ടർനേറ്റർ നീക്കം ചെയ്യുക, ഓൾട്ടർനേറ്റർ പൊളിക്കുക, സ്റ്റേറ്റർ പരിശോധിക്കുക, റോട്ടർ പരിശോധിക്കുക, ഡയോഡുകൾ പരിശോധിക്കുക, ബ്രഷുകളുടെ അവസ്ഥ പരിശോധിക്കുക, സ്ലിപ്പ് വളയങ്ങൾ പരിശോധിച്ച് ഓൾട്ടർനേറ്റർ കൂട്ടിച്ചേർക്കുക. ഇതിനായി ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ് മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനുകളുടെ ടൂൾസ് കിറ്റ് 1, സോക്കറ്റ് സ്പാനർ സെറ്റ് 1, 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററി 1, ഡീസൽ എഞ്ചിൻ 1, മൾട്ടിമീറ്റർ 1, മണ്ണെണ്ണ ആവശ്യത്തിന്, എമറി പേപ്പർ ആവശ്യാനുസരണം, ബനിയൻ തുണി ആവശ്യത്തിന്, ഗ്രീസ് ആവശ്യാനുസരണം, ഡയോഡുകൾ ആവശ്യാനുസരണം, ടെസ്റ്റ് ലാമ്പുകളും കേബിളുകളും. ഓൾട്ടർനേറ്റർ എഞ്ചിന്റെ ഭ്രമണചലനത്തിൽ നിന്നുള്ള മെക്കാനിക്കൽ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഈ വൈദ്യുതോർജ്ജം DC ആയി പരിവർത്തനം ചെയ്യപ്പെടുകയും വാഹനത്തിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് ചാർജ് നിലനിർത്തുകയും എഞ്ചിൻ ഓഫ് ആയിരിക്കുമ്പോൾ മറ്റ് ഇലക്ട്രിക്കൽ കോമ്പണന്റ്സ് പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഓൾട്ടർനേറ്റർ സർക്യൂട്ട് തിരിച്ചറിയുന്നു. ഓൾട്ടർനേറ്റിന്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ നിന്ന് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ടെർമിനൽ എയിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ F ടെർമിനലിൽ നിന്ന് ഓൾട്ടർനേറ്ററിന്റെ ഫീൽഡ് ടെർമിനലിലേക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ട് കണ്ടെത്തുക. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ B ടെർമിനലിൽ നിന്ന് ആമ്മീറ്ററിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക. ആമ്മീറ്റർ മുതൽ ബാറ്ററി വരെയുള്ള സർക്യൂട്ട് കണ്ടെത്തുക. വോൾട്ടേജ് റെഗുലേറ്ററിന്റെ A ടെർമിനലിൽ നിന്ന് ഇൻഡിക്കേറ്റർ ലാമ്പിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക. ഇൻഡിക്കേറ്റർ ലാമ്പിൽ നിന്ന് ഇഗ്നിഷൻ ആരംഭിക്കുന്ന സ്വിച്ചിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക. ഗ്രൗണ്ട് കണക്ഷൻ കണ്ടെത്തുക. ആമ്മീറ്ററിൽ നിന്ന് ഇഗ്നിഷൻ ആരംഭിക്കുന്ന സ്വിച്ചിലേക്കുള്ള സർക്യൂട്ട് കണ്ടെത്തുക. ഓൾട്ടർനേറ്റർ നീക്കം ചെയ്യുന്നു. വീണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ വിന്യാസം സുഗമമാക്കുന്നതിന് എൻഡ് ഷീൽഡുകൾക്കും സ്റ്റേറ്ററിനും കുറുകെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. കവർ സുരക്ഷിതമാക്കുന്ന സ്റ്റഡുകളും നട്ടുകളും നീക്കം ചെയ്ത് കവർ ഉയർത്തുക. റെഗുലേറ്ററും പോസിറ്റീവ്, നെഗറ്റീവ് ലീഡുകളും വിച്ഛേദിക്കുക. ബ്രഷ് ബോക്സിലേക്ക് റെഗുലേറ്ററിനെ സുരക്ഷിതമാക്കുന്ന സ്ക്രൂ നീക്കം ചെയ്യുക. തുടർന്ന് റെഗുലേറ്റർ നീക്കം ചെയ്യുക. 2 ബ്രഷുകളും നീക്കം ചെയ്യുക. സീലിംഗ് പാഡിന്റെ സ്ഥാനം ശ്രദ്ധിക്കുക. സ്ലിപ്പിംഗ് എൻഡ് ബ്രാക്കറ്റിലേക്ക് ബ്രഷ് ബോക്സ് സുരക്ഷിതമാക്കുന്ന സ്ക്രൂകൾ നീക്കം ചെയ്ത് ബ്രഷ് ബോക്സ് ഉയർത്തുക. റെക്ടിഫയറിന്റെ ടെർമിനൽ ടാഗുകളിൽ ഒരു ചൂടുള്ള സോൾഡറിംഗ് ഇരുമ്പ് ഉപയോഗിച്ച് റെക്ടിഫയറിൽ നിന്ന് സ്റ്റേറ്റർ വൈൻഡിംഗ് കേബിൾ അറ്റത്ത് റിലീസ് ചെയ്യുക. സോൾഡർ ഉരുകുമ്പോൾ കേബിൾ എൻഡ് പതുക്കെ പുറത്തെടുക്കുക. സ്ലിപ്പ് റിംഗ് എൻഡ് ബ്രാക്കറ്റിലേക്ക് റെക്ടിഫയർ അസംബ്ലി സുരക്ഷിതമാക്കുന്ന സ്ക്രൂകൾ നീക്കം ചെയ്ത് റെക്ടിഫയർ അസംബ്ലി ഉയർത്തുക. ഫിക്സിംഗ് ബോൾട്ടുകൾ നീക്കം ചെയ്യുക. സ്ലിപ്പ് റിംഗ് എൻഡ് ബ്രാക്കറ്റ് പുറത്തെടുക്കുക. ഡ്രൈവ് എൻഡ് ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റേറ്ററി അസംബ്ലി പുറത്തെടുക്കുക. ഷാഫ്റ്റ് നട്ട്, വാഷറുകൾ എന്നിവ നീക്കം ചെയ്ത് പുല്ലി, ഫാൻ, വുഡ് റഫ് കീ, സ്പേസറുകൾ എന്നിവ പുറത്തെടുക്കുക. ഡ്രൈവ് എൻഡ് ബെയറിംഗും റോട്ടർ അസംബ്ലിയും വേർതിരിക്കുന്നതിന് നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ച് റോട്ടർ ഷാഫ്റ്റിന്റെ അറ്റത്ത് അമർത്തുക. ശുചീകരണവും പരിശോധനയും. ബ്രഷുകൾ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മണ്ണെണ്ണയും നൈലോൺ ബ്രഷും ഉപയോഗിച്ച് വൃത്തിയാക്കുക. നല്ല എമറി പേപ്പർ ഉപയോഗിച്ച് സ്ലിപ്പ് റിംഗ് വൃത്തിയാക്കുക. വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. പെട്രോൾ ഉപയോഗിച്ച് ബ്രഷുകൾ വൃത്തിയാക്കുക. എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് ദൃശ്യപരമായി ബെയറിങ്ങുകൾ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ പുതിയൊരെണ്ണം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക. നിർമ്മാതാവിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ശരിയായ അളവുകൾക്കായി ബ്രഷുകൾ പരിശോധിക്കുക. ബ്രഷ് സ്പ്രിംഗ് ടെൻഷൻ പരിശോധിക്കുക. സ്റ്റേറ്ററിൽ ഓപ്പൺ സർക്യൂട്ട് പരീക്ഷിക്കുക. സ്റ്റേറ്റർ വൈൻഡിങ്ങുകളുടെ തുടർച്ച പരിശോധിക്കുക. ആദ്യം സ്റ്റേറ്റർ വൈൻഡിംഗിൽ ഏതെങ്കിലും 2 എണ്ണം ബന്ധിപ്പിക്കുന്നത് 36 വോൾട്ട് ടെസ്റ്റ് ലാമ്പിനൊപ്പം സീരീസിലെ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് നയിക്കുന്നു. ലാമ്പ് പ്രകാശിക്കണം. ടെസ്റ്റിന്റെ ആദ്യ ഭാഗം തൃപ്തികരമാണെങ്കിൽ ടെസ്റ്റ് ലാമ്പ് ലീഡുകളിലൊന്ന് സ്റ്റേറ്ററിലെ 3ാമത്തെ ലീഡിലേക്ക് മാറ്റുക. ടെസ്റ്റ് ലാമ്പ് തിളങ്ങണം. വൈൻഡിങ്ങിന്റെ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ പൊള്ളൽ
അല്ലെങ്കിൽ അമിത ചൂടാക്കൽ ഉണ്ടെങ്കിൽ സ്റ്റേറ്റർ അസംബ്ലി പുതുക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ സജ്ജീകരിക്കുക. സ്റ്റേറ്റർ ലീഡുകൾക്കിടയിൽ ഓരോന്നായി സ്ഥാപിക്കുക. മൾട്ടിമീറ്ററിൽ ബീപ്പ് ശബ്ദം ഉണ്ടാകുന്നത് ഉറപ്പാക്കുക. ബീപ്പ് ശബ്ദം ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിംഗ് തകരാറുള്ളതോ ഓപ്പൺ സർക്യൂട്ട് ചെയ്തതോ ആണെന്ന് നിഗമനം ചെയ്യുക. സ്റ്റേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് പരീക്ഷിക്കുക. സ്റ്റേറ്റർ ലാമിനേറ്ററുകൾക്കിടയിൽ സീരീസിൽ 220 വോൾട്ട് 15 വാട്ട് ടെസ്റ്റ് ലാമ്പുമായി 220 വോൾട്ട് AC മെയിൻ ബന്ധിപ്പിച്ച് സ്റ്റേറ്റർ വൈൻഡിങ്ങുകളുടെ ഇൻസുലേഷൻ പരിശോധിക്കുക. ലാമ്പ് കത്തിക്കരുത്. ടെസ്റ്റ് ലാമ്പ് തിളങ്ങുകയാണെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിംഗ് തകരാറിലാണെങ്കിൽ അത് പുതുക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ സജ്ജീകരിക്കുക. സ്റ്റേറ്റർ ലീഡുകൾക്കും ലാമിനേഷനും ഇടയിൽ സ്ഥാപിക്കുക. ബീപ്പ് ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഒരു ബീപ്പ് ശബ്ദം ഉണ്ടായാൽ സ്റ്റേറ്റർ തകരാറിലാണെന്ന് നിഗമനം ചെയ്യുക. റോട്ടറിൽ ഷോർട്ട് സർക്യൂട്ട് പരിശോധിക്കുക. സ്ലിപ്പ് റിങ്ങുകൾക്കും റോട്ടർ ബോഡിക്കും ഇടയിൽ സർക്യൂട്ടിലുള്ള 220 വോൾട്ട് 15 വാട്ട് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് 220 വോൾട്ട് AC മെയിനുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് റോട്ടർ വൈൻഡിംഗ് ഇൻസുലേഷൻ പരിശോധിക്കുക. ലാമ്പ് കത്തിക്കരുത്. ലാമ്പ് തിളങ്ങുന്നുവെങ്കിൽ റോട്ടർ വൈൻഡിംഗ് വികലമാണ്. കൂടാതെ റോട്ടർ അസംബ്ലിക്ക് പുതുക്കൽ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ സജ്ജമാക്കി സ്ലിപ്പ് റിങ്ങും റോട്ടർ ബോഡിക്കും ഇടയിൽ വയ്ക്കുക. ബീപ്പ് ശബ്ദം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇത് സംഭവിക്കുകയാണെങ്കിൽ റോട്ടർ വൈൻഡിംഗ് വികലമാണ്. അത് റിവൈൻഡ് ചെയ്യുക. റോട്ടർ വൈൻഡിംഗിൽ ഓപ്പൺ സർക്യൂട്ട് പരീക്ഷിക്കുക. സ്ലിപ്പ് വളയങ്ങൾക്കിടയിൽ 12-24 വോൾട്ട് ബാറ്ററിയും ചലിക്കുന്ന കോയിൽ ആമീറ്ററും ബന്ധിപ്പിച്ച് മോട്ടോർ വൈൻഡിംഗ് കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കറന്റ് വോൾട്ടുകൾക്ക് ഏകദേശം 2 മുതൽ 2.5 ആംപ്സ് ആയിരിക്കണം. ഇത് ശരിയായ മൂല്യമല്ലെങ്കിൽ റോട്ടർ പുതുക്കുക. ഒരു ഓമീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റോട്ടർ വൈൻഡിംഗിന്റെ പ്രതിരോധം പരിശോധിക്കുക. പ്രതിരോധം 24 വോൾട്ട് ഓൾട്ടർനേറ്ററിന് 9.6 മുതൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് 1 ഓംസും 12 വോൾട്ട് ഓൾട്ടർനേറ്ററിന് 3.2 പോസിറ്റീവ് നെഗറ്റീവ് 0.5 ഓംസും ആയിരിക്കണം. റീഡിംഗുകൾ പരിധിക്കുള്ളിലല്ലെങ്കിൽ റോട്ടർ അസംബ്ലി പുതുക്കുക. നിങ്ങളുടെ ക്ഷമയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.